ക്രിസ്തുവിൽ എനിക്ക് എത്രയും സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 14-ാമത്തെ തിരുവചനത്തിൽ നാം ഇപ്രകാരം ധ്യാനിക്കുന്നുണ്ട്. മോശ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയതുപോലെ തന്നിൽ വിശ്വസിക്കുന്നവർക്ക് നിത്യജീവൻ ഉണ്ടാവേണ്ടതിന് മനുഷ്യപുത്രനും ഉയർത്തപ്പെടേണ്ടിയിരിക്കുന്നു. സെപ്റ്റംബർ 14-ാം തീയതി സഭ വിശുദ്ധ കുരിശിൻ്റെ പുകഴ്ചയുടെ തിരുനാളായി ആചരിക്കുകയാണ്. എന്തുകൊണ്ടാണ് സെപ്റ്റംബർ 14-ാം തീയതി വിശുദ്ധ കുരിശിൻ്റെ പുകഴ്ചയുടെ തിരുനാളായി ആഘോഷിക്കുന്നത്? റോമൻ സാമ്രാജ്യത്തിൻ്റെ അധിപനായിരുന്ന കോൺസ്റ്റന്റൈൻ ചക്രവർത്തിയുടെ അമ്മയായ വിശുദ്ധ ഹെലന രാജ്ഞിക്കാണ് ഈശോയുടെ യഥാർത്ഥ കുരിശ് കണ്ടെത്താനുള്ള ദൈവിക നിയോഗം ലഭിച്ചത്. AD 326 ഹെലന രാജ്ഞി വിശുദ്ധ നാട്ടിലേക്ക് ഒരു തീർത്ഥാടനം നടത്തുന്നുണ്ട്. ഈ തീർത്ഥയാത്രയിൽ യേശു മരിച്ച കാൽവരി മലയും ഈശോയെ സംസ്കരിച്ച കബറിടവും അതുപോലെ ഈശോയുടെ യഥാർത്ഥ കുരിശും ഹെലന രാജ്ഞി കണ്ടെത്തുകയുണ്ടായി. കാൽവരിയിൽ ഖനനം ചെയ്യുമ്പോൾ ഹെലന രാജ്ഞിക്ക് 3 കുരിശുകളാണ് ലഭിക്കുന്നത്. എന്നാൽ ഈശോയുടെ കുരിശിൻ്റെ ഒരു ഭാഗമെടുത്ത് രോഗിണിയായ ഒരു സ്ത്രീയെ കൊണ്ട് സ്പർശിപ്പിക്കുമ്പോൾ ആ സ്ത്രീക്ക് അത്ഭുതകരമായി രോഗസൗഖ്യം ലഭിക്കുകയും അങ്ങനെ അതുതന്നെയാണ് ഈശോയുടെ കുരിശെന്ന് രാജ്ഞി ഉറപ്പുവരുത്തുകയുമായിരുന്നു. തുടർന്ന് ഹെലന രാജ്ഞി കാൽവരി മലയിൽ ഒരു ദേവാലയം പണികഴിപ്പിക്കുന്നുണ്ട്. AD 335 പൊതുജനങ്ങൾക്ക് വിശുദ്ധ കുരിശ് വണങ്ങുന്നതിനായി കോൺസ്റ്റന്റൈൻ ചക്രവർത്തി ഈ ദേവാലയം തുറന്നു നൽകുകയായിരുന്നു. എന്നാൽ AD 614 ജെറുസലേമിലെ ഈ ദേവാലയത്തിൽ നിന്ന് വിശുദ്ധ കുരിശ് മോഷ്ടിക്കപ്പെടുകയാണ്. AD 629 സെപ്റ്റംബർ 14-ാം തീയതി ഹെരക്ലിസ്യൻ ചക്രവർത്തി ഈ വിശുദ്ധ കുരിശ് വീണ്ടെടുക്കുന്നുണ്ട്. രാജകീയ വസ്ത്രങ്ങൾ അണിഞ്ഞ് തൻ ചുമലിൽ കുരിശുമേന്തി ജെറുസലേമിലേക്ക് വരുവാൻ അദ്ദേഹം ആഗ്രഹിക്കുന്നുണ്ട്. എന്നാൽ അദ്ദേഹത്തിന് ഒരിടി പോലും മുന്നോട്ട് പോകുവാൻ സാധിക്കുന്നില്ല. അങ്ങനെ ഹെരക്ലിസ്യൻ ചക്രവർത്തി തൻ്റെ രാജകീയ വസ്ത്രങ്ങളൊക്കെ ഉരിഞ്ഞു മാറ്റി സാധാരണ വസ്ത്രങ്ങൾ അണിഞ്ഞ് പശ്ചാത്താപം നിറഞ്ഞ ഹൃദയത്തോടുകൂടെ കുരിശേന്തുമ്പോൾ കുരിശുമായി മുന്നോട്ട് പോകുവാനും അങ്ങനെ ജെറുസലേമിലെ ദേവാലയത്തിൽ ഈ കുരിശ് വീണ്ടും പുനഃപ്രതിഷ്ഠ നടത്തുവാൻ അദ്ദേഹത്തിന് സാധിക്കുകയാണ്. ഈ ഒരു സംഭവത്തിൻ്റെ സ്മരണാർത്ഥമാണ് സെപ്റ്റംബർ 14-ാം തീയതി വിശുദ്ധ കുരിശിൻ്റെ തിരുനാളായി സഭ ആചരിക്കുന്നത്. സ്നേഹമുള്ളവരെ, വിശുദ്ധ കുരിശിൻ്റെ തിരുനാൾ നമ്മെ ഓരോരുത്തരെയും അനുസ്മരിപ്പിക്കേണ്ടത് ഈശോയ്ക്ക് നമ്മളോടുള്ള പരിധികളും അളവുകളുമില്ലാത്ത അനന്തമായ സ്നേഹത്തെക്കുറിച്ചാണ്. പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ ഇസ്രായേൽ ജനം ദൈവത്തിനെതിരെ പിറുപിറുക്കുമ്പോൾ ദൈവം അവരുടെ ഇടയിലേക്ക് ആഗ്നേയ സർപ്പങ്ങളെ അയക്കുന്നുണ്ട്. ആഗ്നേയ സർപ്പത്തിൻ്റെ ദംശനമേറ്റ് ഒരുപാട് ആളുകളാണ് മരണപ്പെടുന്നത്. പിന്നീട് മോശ ഇസ്രായേൽ ജനത്തിനു വേണ്ടി മാധ്യസ്ഥം വഹിക്കുമ്പോൾ പിച്ചള സർപ്പത്തെ ഉണ്ടാക്കി മരുഭൂമിയിൽ ഉയർത്തുവാൻ ദൈവം മോശയോട് ആവശ്യപ്പെടുന്നുണ്ട്. അങ്ങനെ പിച്ചള സർപ്പത്തെ നോക്കുന്നവർ തിരികെ ജീവനിലേക്ക് പ്രവേശിക്കുകയാണ്. എന്നാൽ ഈ വ്യക്തികളെല്ലാവരും തന്നെ വീണ്ടും മരണപ്പെടുന്നുണ്ട്. മാത്രമല്ല, ഈ പിച്ചള സർപ്പമാണ് തങ്ങൾക്ക് ജീവൻ നൽകിയതെന്ന മിഥ്യാധാരണയിൽ ഇസ്രായേൽ ജനം പിച്ചള സർപ്പത്തെ ആരാധിച്ചുകൊണ്ട് വീണ്ടും ദൈവസന്നിധിയിൽ തെറ്റ് ചെയ്യുന്നുണ്ട്. പാപത്താൽ മൃതിയടഞ്ഞ മാനവരാശിയെ വീണ്ടെടുക്കുന്നതിനായിട്ടും അതുപോലെ നിത്യമായ ജീവിതം സമ്മാനിക്കുന്നതിനുമായിട്ടാണ് യേശുനാഥൻ സ്വയം യാഗമായിക്കൊണ്ട് കാൽവരിയിൽ ഉയർത്തപ്പെട്ടത്. 34-ാം സങ്കീർത്തനം 5-ാമത്തെ തിരുവചനത്തിൽ സങ്കീർത്തനം ഇപ്രകാരം പ്രഘോഷിക്കുന്നുണ്ട്: അവനെ നോക്കിയവർ പ്രകാശിതരായി, അവർ ലജ്ജിതരാവുകയില്ല. പാപത്തിൻ്റെ ബന്ധനത്തിൽ അകപ്പെട്ട നമുക്ക് ഓരോരുത്തർക്കും പ്രത്യാശ നൽകുന്നതിന് വേണ്ടിയാണ് ഈശോ കാൽവരിയിൽ ഉയർത്തപ്പെട്ടത്. ഈശോ ഇപ്രകാരം അരുളി ചെയ്യുന്നുണ്ട്: ആരെങ്കിലും എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അവൻ തന്നെ പരിത്യജിച്ച് തൻ്റെ കുരിശുമെടുത്ത് എൻ്റെ പിന്നാലെ വരട്ടെ. ഈശോയുടെ ഈ വാക്കുകൾ കുരിശിൻ്റെ വഴിയിലായിരിക്കുന്ന നമുക്ക് ഏവർക്കുമുള്ള പ്രത്യാശയാണ്, ആശ്വാസമാണ്. മരണത്തിൻ്റെയും അപമാനത്തിൻ്റെയും അപായത്തിൻ്റെയും അടയാളമായ കുരിശിനെ ഈശോ രക്ഷയുടെ അടയാളമാക്കി മാറ്റിയത് നമുക്ക് ഓരോരുത്തർക്കും വേണ്ടിയാണ്. ജീവിത കുരിശ് താങ്ങാനാവാതെ തളരുമ്പോൾ നമുക്ക് ഓർക്കേണ്ട ഒരു വസ്തുത, കുരിശിനെ എന്നേക്കുമായി കീഴടക്കിയവൻ തോളോട് തോൾ ചേർന്ന് നമ്മുടെ ഒപ്പമുണ്ട്. അവൻ്റെ സാന്നിധ്യം ജീവിത കുരിശേന്തിക്കൊണ്ട് നമ്മുടെ ജീവിത യാത്ര മുന്നോട്ട് പോകുവാൻ നമ്മെ ഓരോരുത്തരെയും സഹായിക്കും.
തൻ്റെ കുരിശിനാൽ ലോകത്തെയും നമ്മെയും വീണ്ടെടുത്ത ഈശോ കുരിശ് വഹിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാനുള്ള ശക്തി നമുക്ക് ഓരോരുത്തർക്കും നൽകട്ടെ. അതോടൊപ്പം കുരിശേന്തി തളർന്നു പോകുന്ന സഹോദരങ്ങൾക്ക് താങ്ങാവാൻ നമ്മെ ഓരോരുത്തരെയും പ്രചോദിപ്പിക്കട്ടെ. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.